എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമേശ് രാജശേഖരൻ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നേരം ഒരു സാങ്കേതിക വിദ്യയെ പറ്റിയുള്ള ഒരു ചെറിയ സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ടോപ്പിക്കിൻ്റെ പേര് അതായത് കുറച്ച് പ്രശ്നമുള്ളതാണെന്ന് തോന്നുന്നു. അതായത് ഇന്ത്യൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അത് ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ്റെ പേര്. ശരിക്കും ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രസൻറ്റേഷൻ ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഈ മേഖലയിൽ ഈ മൈക്രോ കൺട്രോളുകളുടെ അല്ലെങ്കിൽ മൈക്രോ ചിപ്പുകളുടെയൊക്കെ ഡിസൈനിങ് ഡെവലപ്മെൻറ്റും ഒക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അടുത്ത കാലത്തായി ഈ ചിപ്പുകളുടെ സുരക്ഷയെ സംബന്ധിച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പോയപ്പോൾ ഉണ്ടായ ഒരു സംശയമാണ്. വേണമെങ്കിൽ ഇലക്ട്രോണിക് ഇതിനെക്കുറിച്ച് പല വിവാദങ്ങളും ഇവിടെ നിലനിൽപ്പുണ്ടെന്നറിയാം. അപ്പോൾ ഇത് സാധ്യമാണോ എന്നുള്ളത് ചെറിയൊരു പരിശോധന, അത് മാത്രമേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ സ്ലൈഡിൽ അധികം ഡീപ്പാകാതെ ആണ് പോകുന്നത്. ഒത്തിരി സാങ്കേതിക കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു വിഷയമാണ്, പക്ഷേ പരമാവധി ലളിതമായിട്ട് പോകാൻ ശ്രമിക്കാം. പിന്നെ ഇതിൽ ഒരു തരത്തിലും രാഷ്ട്രീയപരമായി ഇതിനെ വിശദീകരിക്കാനോ അനലൈസ് ചെയ്യാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു EVM ഇതുവരെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു ഇലക്ഷനെ അത്തരത്തിൽ അട്ടിമറിച്ചിട്ടുണ്ടോ എന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ സാങ്കേതികപരമായി ഈ മെഷീൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് എന്തൊക്കെ ഭീഷണികൾ ഉണ്ടാവാം, ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഇത്തരത്തിൽ എന്തൊക്കെ ഭീഷണി ഉണ്ടാവാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു എത്തുനോട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കധികം സമയം പാഴാക്കാതെ പ്രസൻറ്റേഷനിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ജനനത്തിനെ കുറിച്ച് ഉള്ള ഒരു ചെറിയൊരു അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. അതായത് സാധാരണഗതിയിൽ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുക കമ്പ്യൂട്ടറുകൾ കാൽക്കുലേറ്ററുകളെ പോലെ കൂടുതൽ കണക്ക് കൂട്ടാൻ നിർമ്മിച്ച് അങ്ങനെ ക്രമേണ വളർന്നു വന്ന ഒരു സംഗതിയാണെന്നാണ് പൊതുവെ അറിയാം. അത് ശരിയുമാണ്. എന്ന് പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ കാണുന്ന മോഡേൺ കമ്പ്യൂട്ടറുകൾ, അതായത് പ്രോഗ്രാം ചെയ്യാവുന്ന മോഡേൺ കമ്പ്യൂട്ടറുകൾക്ക് അതിൻ്റെ കണ്ടെത്തലിന് പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാക്കിംഗ് ആയിരുന്നു പ്രധാന ലക്ഷ്യം. ഉദാഹരണത്തിന് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രണ്ട് സഖ്യകക്ഷികൾ നമുക്കറിയാം, അലൈഡ് ഫോഴ്സസ് ആക്സിസ് പവേഴ്സ്, അതായത് ജർമ്മനിയും ഉൾപ്പെടുന്ന ഒരു കൂട്ടവും, ഒരു രാജ്യങ്ങളുടെ കൂട്ടവും, പിന്നെ അമേരിക്ക ഉൾപ്പെടുന്ന അലൈഡ് ഫോഴ്സും തമ്മിൽ സെക്കൻഡ് വേൾഡ് വാർ, അതായത് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടെന്ന് നമുക്കറിയാം. അതിനിടയ്ക്ക് ജർമ്മനിയുടെ വലിയ മുന്നേറ്റത്തിന് അവർക്ക് കാരണമായി ഉണ്ടായിരുന്നത് അവരുടെ സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് ഒരു പ്രത്യേക കോഡ് ഭാഷയിലായിരുന്നു. ആ കോഡ് ഭാഷ ഉണ്ടാക്കാൻ അന്ന് അവരൊരു എനിഗ്മ എന്നൊരു മെഷീനുകൾ ഉപയോഗിച്ചിരുന്നു. ഈ കോഡ് ഭാഷ ഉണ്ടാക്കുന്നത് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ ഒരു വാക്ക് എഴുതുന്നു, ഓക്കെ, ഐ ആം ഗോയിങ് ടു സംവെയർ, അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് എഴുതുകയാണെങ്കിൽ, ഒരു വരി എഴുതുകയാണെങ്കിൽ വളരെ ലളിതമായി ഈ എൻകോഡിങ് എങ്ങനെ ചെയ്യാം ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ അക്ഷരങ്ങളും ഉദാഹരണത്തിന് എയ്ക്ക് പകരം സി ഉപയോഗിക്കുക, അല്ലെങ്കിൽ 2 അക്ഷരങ്ങൾ തള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചുരുക്കത്തിൽ അതൊരു പെട്ടെന്ന് വായിക്കാൻ കഴിയാത്ത എൻക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു കോഡായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ഇതിൻ്റെ വളരെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് അന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഈ യന്ത്രങ്ങൾക്കുണ്ടാക്കുന്ന എൻക്രിപ്റ്റഡ് കോഡുകൾ വായിച്ചെടുക്കാൻ മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് വളരെ നന്നായി അവർക്ക് ശത്രുരാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ കമ്മ്യൂണിക്കേഷൻ നടത്താനും യുദ്ധത്തിൽ മുന്നേറാനും കഴിഞ്ഞു. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് ബ്രിട്ടനും അമേരിക്കയ്ക്കും ഒക്കെ തോന്നി തുടങ്ങി. ആ സമയത്ത് നമുക്കറിയാം നിലവിലെ സാങ്കേതിക വിദ്യയിൽ ഈ ഒരു കോഡിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ലെന്ന്. പക്ഷേ അലൻ ട്യൂറിംഗ് എന്നൊരു ശാസ്ത്രജ്ഞൻ ഈ ഒരു യന്ത്രത്തിനെ മറ്റൊരു യന്ത്രം കൊണ്ട് എങ്ങനെ തകർക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ആ ഒരു ചിന്തയിൽ നിന്നാണ് ആദ്യമായി നമ്മളിപ്പോൾ കാണുന്ന കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും ആദ്യത്തെ ഒരു മെഷീനായ അലൻ ട്യൂറിംഗ് കണ്ടുപിടിച്ച ട്യൂറിംഗ് മെഷീൻ, ഇമിറ്റേഷൻ ഗെയിം എന്നുള്ള ഹോളിവുഡ് സിനിമയിലൊക്കെ വിശദമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് ഈ യന്ത്രത്തിനെ തകർക്കാനുള്ള പ്രോഗ്രാം, അതായത് ഈ നാസികൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന എൻക്രിപ്ഷൻ കോഡുകളല്ല അടുത്ത ദിവസം ഉപയോഗിക്കുന്നത്. ദിവസവും അവരവരുടെ എൻക്രിപ്ഷൻ ടെക്നോളജി മാറ്റി അവർ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന് ഒരു മെസ്സേജ് കിട്ടി, നമുക്ക് ചോർന്ന് കിട്ടി, അതിനെ ഡിക്രിപ്റ്റ് ചെയ്തതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ എടുക്കുമ്പോഴേക്കും, അതിൻ്റെ പാറ്റേണുകൾ തിരിച്ചറിയുമ്പോഴേക്കും പിറ്റേ ദിവസത്തെ മെസ്സേജിൽ അവർ വേറെ കീകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതിലൊരു യന്ത്രം കൊണ്ട് തന്നെ അത് തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൻ്റെ ബലത്തിലാണ്
അലൻ ട്യൂറിംഗ് ആദ്യമായി ഈ കമ്പ്യൂട്ടറുകളുടെ നമ്മുടെ ആധുനിക കമ്പ്യൂട്ടറുകളുടെ ഒരു ആദ്യത്തെ മുൻഗാമിയെ കണ്ടുപിടിച്ചത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ തന്നെ ഒരു ഹാക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഹാക്കർ എന്ന് വേണമെങ്കിൽ നമുക്ക് അലൻ ട്യൂറിങ്ങിനെ വിളിക്കാം. അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ പിതാവാണെന്നും ആധുനിക കമ്പ്യൂട്ടറുകളുടെ പിതാവും കൂടെയാണ്. അപ്പോൾ എന്താണ് ഹാക്കിംഗ്? അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടല്ല, ഒരു ചുരുക്കത്തിലൊന്നറിയാം എന്താണ് ഹാക്കിംഗ്. ഹാക്കിംഗ് എന്ന വാക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉണ്ട്, നമ്മുടെയോ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ആ മെഷീനിലുള്ള എല്ലാ തരത്തിലുള്ള സുരക്ഷാ മാർഗങ്ങളെയും തകർത്തുകൊണ്ട് അതിനകത്തെ വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് ചുരുക്കത്തിൽ വേണേൽ പറയാവുന്നത്. അതിൽ രണ്ട് തരത്തിൽ ഇതിനെ ബ്രോഡായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഓൺലൈൻ വഴി നടക്കുന്ന ഹാക്കിങ്ങും ഒന്ന് ഓഫ്ലൈൻ വഴി നടക്കുന്ന കാര്യം. ഇതെന്തിനാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇനി വരുന്നത് EVM പോലുള്ള മെഷീനുകളിലേക്കാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാനുള്ള ചില ബേസുകളാണ് ഞാനിപ്പോൾ പറയുന്നത് 1-2 സ്ലൈഡിൽ. ഓൺലൈൻ ഹാക്ക് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്. ലോകത്തിലാകമാനം നടക്കുന്ന 90-95% കൂടുതൽ ഹാക്കിങ്ങും ഒരുപക്ഷെ ഓൺലൈൻ ആയിരിക്കും. അതിനാണ് സാധ്യത കൂടുതൽ. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഏതൊരു മെഷീനും ഇൻ്റർനെറ്റുമായിട്ടോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷന് സാധ്യമായ ഒരു മീഡിയത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണെങ്കിൽ അതിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാതെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലിരുന്ന് റിമോട്ടായി അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നേരിട്ട് ഒരു സ്പർശമോ ഒന്നും കൂടാതെ ഈ വിവരങ്ങളെ ചോർത്തുന്നതിനെയാണ് ഓൺലൈൻ ഹാക്കിംഗ് എന്ന് പറയുക. അതാണ് നമ്മൾ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ള ഹാക്കിംഗ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ അഭിമുഖീകരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഹാക്കിംഗ് അല്ല അങ്ങനെയാണ്. അത് എന്തെങ്കിലും തരത്തിലുള്ള ലിങ്കുകളോ എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജുകളോ നിങ്ങളുടെ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ അയച്ചിട്ടാണ് അത് ചെയ്യാറുള്ളത്. പക്ഷെ ഓഫ്ലൈൻ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. അതായത് നിങ്ങളുടെ കാൽക്കുലേറ്ററിനെ പോലൊരു മെഷീൻ. കാൽക്കുലേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കാൽക്കുലേറ്ററിന് ഇൻ്റർനെറ്റുമായിട്ട്, കാൽക്കുലേറ്റർ എന്ന് വെച്ചാൽ ഫോണിലുള്ള കാൽക്കുലേറ്റർ അല്ല, സാധാരണ കാൽക്കുലേറ്റർ. അതിന് ഇൻ്റർനെറ്റുമായിട്ടൊരു ബന്ധമില്ല, അതിന് പ്രത്യേകിച്ച് യാതൊരു സ്മാർട്ട്നെസ്സും ഇല്ല. അത്തരത്തിൽ വളരെ ഡംപായിട്ടുള്ള ഒരു മെഷീൻ കിട്ടിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇതുവഴി പോയ ഒരു വിമാനം നമ്മൾ വെടിവെച്ചിട്ടു ശത്രുരാജ്യത്തിൻ്റെ, അതിനകത്തു നിന്ന് കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടി, കുറേ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ കിട്ടി. ഇതിൻ്റെ ഡേറ്റ നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം, എങ്ങനെ പുറത്തെടുക്കാൻ പറ്റും? അപ്പോൾ അതൊരു ഓൺലൈൻ വഴി നടത്തുന്നതല്ല. നമുക്ക് നേരിട്ട് ആ ചിപ്പുകളെയോ മൈക്രോ ചിപ്പുകളെയോ അതിൻ്റെ സുരക്ഷയെ തകർത്ത് അതിനുള്ളിലുള്ള ഡേറ്റ എടുക്കാൻ ഉള്ള വഴികളെയാണ് ഓഫ്ലൈൻ ഹാക്കിംഗ് എന്ന് പറയുക. അപ്പോൾ ഇത് ചെറിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്താണ് ഡിജിറ്റൽ സുരക്ഷ? 1-2 സ്ലൈഡുകൾക്ക് ശേഷം നമുക്ക് ഈ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉറപ്പിക്കാനാണ് ഞാൻ ഇത്തരം ബേസിക്കിലൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ചും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഡിജിറ്റൽ സുരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സുരക്ഷയൊക്കെ പോലെ ഒരു പൂട്ടും താക്കോലും എന്നുള്ളത്. അത് ഡിജിറ്റൽ ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് പൂട്ട്, എന്താണ് താക്കോല് എന്ന് മാത്രം വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മുടെ വീടിന് വാതിലും വലിയ താഴുകളും ഇടുന്നത് പോലെ ഒരു കമ്പ്യൂട്ടറിൻ്റെയോ ഇലക്ട്രോണിക് ചിപ്പിൻ്റെയോ സുരക്ഷ എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ എൻക്രിപ്ഷൻ എന്നുള്ള ടെക്നോളജിയിലുള്ള, അതായത് ഏത് വിവരവും ഉള്ളിൽ നേരിട്ട് സൂക്ഷിക്കാതിരിക്കുക. ആ ജർമ്മൻ നാസികൾ ചെയ്തതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെയും നിങ്ങളുടെ ഫോണിലെയും ഒക്കെ സൂക്ഷിക്കുന്ന നിങ്ങളുടെ ഡേറ്റ സത്യത്തിൽ ആധുനികമായിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലും അതൊരിക്കലും നേരിട്ടല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളൊരു ഏത് കമ്പ്യൂട്ടറിന് വേണ്ടി എഴുതുന്ന ഏത് കോഡും ഏത് നിർദ്ദേശങ്ങളും അതിനെ കമ്പ്യൂട്ടർ സൂക്ഷിക്കുന്നത് 1ഉം 0കളുമായിട്ടാണ്, 1s and 0s ആയിട്ടാണ്. അതിന് ബൈനറി എന്നാണ് പറയുന്നത്. പക്ഷേ അതുപോലും നേരിട്ട് ബൈനറി ആക്കാതെ പല എൻക്രിപ്ഷനിലൂടെയാണ് നിങ്ങളുടെ ഫോണിൽ പോലും ഇപ്പോൾ പല വിവരങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആ എൻക്രിപ്ഷനാണ് നിങ്ങളുടെ പൂട്ട്. ഈ എൻക്രിപ്ഷനുള്ള തുറക്കാനുള്ള കീ, അതിനെയും കീ എന്നാണ് തന്നെ പറയുന്നത്, അത് മറ്റൊരു ചെറിയൊരു ബൈനറിയാണ്, ഒരു കോഡ് ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിൻ്റെ പൂട്ട്. അപ്പോൾ സത്യത്തിൽ ഒരു ഹാക്കിങ്ങിൽ ആളുകൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കണക്കുകൂട്ടൽ, കോംപ്ലക്സ് ആയിട്ടുള്ള കണക്കുകൂട്ടലാണ് ഈ എൻക്രിപ്ഷൻ ടെക്നോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ കണക്കുകൂട്ടുകളിലെ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ ആ കണക്കുകൂട്ടാൻ എൻക്രിപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന
അതിൻ്റെ കീ, അതിനെ ഏതെങ്കിലും വഴിയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഡിജിറ്റൽ സുരക്ഷ അപകടത്തിലാവുന്നത്. അങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒന്നുകിൽ പൂട്ട് തകർക്കുക, ആ മാത്തമാറ്റിക്സിനെ അല്ലെങ്കിൽ ആ ഒരു കണക്ക് കൂട്ടൽ ചെയ്യുന്ന ആ ഭാഗത്തിനെ എന്തെങ്കിലും തരത്തിൽ തകർക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എന്ത് തരത്തിലുള്ള കീ ആണോ ഉപയോഗിക്കുന്നത് അതിനെ രഹസ്യമായി മനസ്സിലാക്കുക. ഇതാണ് ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് ഉള്ള ഒരു പ്രാഥമികമായ കാര്യം. ഇനി 1-2 സംഭവങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 1-2 ഹാക്കിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. ധാരാളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധയാകർഷിച്ച 2-3 കാര്യങ്ങൾ പറയാം. അതിൽ വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു ഓൺലൈൻ ഹാക്കിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ അറ്റാക്കാണ് വാനാക്രൈ എന്ന് പറഞ്ഞ് 2017 നടന്ന ഒരു റാൻസം വെയർ അറ്റാക്ക്. നോർത്ത് കൊറിയയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നു. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഏകദേശം 150ഓളം രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറുകളിലേക്കെല്ലാം ഒരുതരം വൈറസ് റാൻസം വെയർ കടത്തിവിട്ടുകൊണ്ട് അത് ഈ കോവിഡ് പോലെ വളരെ പെട്ടെന്നാണത് ലോകത്തിലെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ആ വൈറസ് ബാധിച്ചത്. വൈറസ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കോഡാണ്. ആ കോഡ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏത് കമ്പ്യൂട്ടറിലാണോ അത് ബാധിച്ചത് ആ കമ്പ്യൂട്ടറിലെ എല്ലാ വിവരങ്ങളും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എൻക്രിപ്റ്റ് ചെയ്ത് മാറ്റിവെക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മറ്റൊരു വൈറസ് കടന്ന് കയറി നിങ്ങളുടെ വിവരങ്ങളെല്ലാം അതിന് മാത്രം വായിക്കാവുന്ന രീതിയിൽ മാറ്റി എഴുതി വെക്കുന്നു. ഇനി നിങ്ങൾക്ക് ആ വിവരങ്ങൾ തിരിച്ചു വേണമെങ്കിൽ നിങ്ങൾ പണം കൊടുക്കണം. ഇത്തരത്തിൽ മൾട്ടിനാഷണൽ കമ്പനികളടക്കം അല്ലെങ്കിൽ ലണ്ടനിലെ ഹെൽത്ത് സിസ്റ്റം അടക്കം പല ദിവസങ്ങളും അതെല്ലാം ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരികയും ഈ ഇത്തരത്തിലുള്ള അറ്റാക്കേഴ്സിന് പല കമ്പനികളും ഭീമമായ പണം കൊടുത്ത് അവരുടെ ഡേറ്റ തിരിച്ചു വാങ്ങേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രശസ്തമായ ഓൺലൈൻ ഹാക്കിംഗ് അറ്റാക്കായിരുന്നു. ഇനി ഒരു ഓഫ്ലൈൻ ഹാക്കിങ്ങിൻ്റെ, അപ്പോൾ അത് ഓൺലൈൻ വഴി നടന്നതാണ്. ഇനി ഓഫ്ലൈനിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇതിൻ്റെ പിന്നിലും ഇങ്ങനെയുള്ള അറ്റാക്കുകളൊക്കെ ഏതെങ്കിലും രാജ്യം നടത്തിയാലും അവരത് തുറന്നു പറയാറില്ല. മറ്റൊരു ഓഫ്ലൈൻ അല്ലെ ഹൈബ്രിഡ് അറ്റാക്കാണ് സ്റ്റക്സ്നെറ്റ് എന്ന് പറഞ്ഞ് 2010 നടന്നത്. അതിൻ്റെ പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് പറയപ്പെടുന്നു. അത് പ്രധാനമായിട്ടും നടന്നത് ഇറാൻ്റെ ആണവ നിലയ പദ്ധതി തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പോലും ശരിക്കും ഹാക്കിംഗ് തടയാൻ ആദ്യം ചെയ്യുന്ന പരിപാടി ഇതിനെ ഇൻ്റർനെറ്റിൽ നിന്ന് വിച്ഛേദിക്കുക എന്നുള്ളതാണ്. ഇൻ്റർനെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ ഒരു വാതിൽ അല്ലെങ്കിൽ പൂട്ടില്ലാതെ തുറന്നിരുന്ന പോലെയാണ്. ആൾക്കാർക്ക് കയറാൻ കൂടുതൽ വാതിലുകൾ ഉണ്ടാവും ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു യന്ത്രത്തിൽ. അപ്പോൾ ഇത് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇറാൻ്റെ ആണവ നിലയത്തിൽ ഉള്ള ഈ മെഷീനുകളിലൊന്നും ഡയറക്റ്റ് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്നില്ല. എയർ ഗ്യാപ്പ് മെഷീൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാലും അമേരിക്ക എങ്ങനെയോ ആരെയോ വഴി ഒരു പെൻ ഡ്രൈവിലോ USB ഡ്രൈവിലോ മറ്റോ ഈ വൈറസിനെ ഉള്ളിലെത്തിച്ച് ഈ ആണവ നിലയത്തിലുള്ള ഈ ആണവ റിയാക്ടറുകളെയൊക്കെ തണുപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പലതരം ടർബൈനുകളുടെ റൊട്ടേഷൻ അതിൻ്റെ ആവർത്തികളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ തകർക്കലുണ്ടായി. എന്നുവെച്ചാൽ മുഴുവനായി തകർക്കുകയല്ല എങ്കിലും ആ ഫെസിലിറ്റീസ് കാര്യമായ ഒരു നഷ്ടം ഉണ്ടാക്കാൻ ഈ വൈറസിന് സാധിച്ചു. അപ്പോൾ കംപ്ലീറ്റായി ഓൺലൈൻ അല്ലാതെ വന്ന വലിയ അത്യാവശ്യം നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു അറ്റാക്ക് എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഈ സ്റ്റക്സ്നെറ്റ് എന്ന ഓഫ്ലൈൻ ഹൈബ്രിഡ് അറ്റാക്ക് പ്രശസ്തമാണ്. അത് 2010 നടന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഉണ്ടായ പേജർ ആക്രമണം. ഇതും കുറച്ച് നാൾ മുമ്പ് നടന്ന ഒന്നാണ്. അതും ഹാക്കിങ്ങിനൊരു ഉദാഹരണമാണ്. ഹിസ്ബുള്ളയുടെ ഒരുപക്ഷെ പലർക്കും ആ സംഭവങ്ങൾ അറിയാമായിരിക്കും. പക്ഷേ നമ്മുടെ ഈ വിഷയവുമായിട്ട് അത് കുറച്ച് ചേർന്ന് പോകുന്നത് കൊണ്ട് ഞാനതിനെ കുറച്ച് എങ്ങനെയാണ് അവരത് പ്ലാൻ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് പറയാം. അതായത് ഇസ്രായേൽ കുറേ നാളായി ഹിസ്ബുള്ളയുടെ വർഷങ്ങളായി അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെയായിരുന്നു. അപ്പോൾ ഹിസ്ബുള്ള തീർച്ചയായിട്ടും ഞാൻ മുൻപ് പറഞ്ഞ അതേ, നിങ്ങൾക്ക് അപ്രത്യക്ഷമാവണം, അനോണിമസ് ആവണം ഡിജിറ്റൽ ലോകത്ത് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പഴയ ടെക്നോളജിയിലേക്ക് തിരിച്ചു പോവുക, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. തീവ്രവാദികൾക്ക് ഇങ്ങനൊരു ലക്ഷ്യം ഉണ്ടായതുകൊണ്ട് ഹിസ്ബുള്ള
അധികം നാളുകളായി അവരുടെ ഫോണിൻ്റെ ട്രാക്കിങ്ങും മറ്റ് രാജ്യങ്ങൾ ചോർത്തുന്നതുകൊണ്ട് അവർ പഴയ ടെക്നോളജിയായ പേജർ എന്ന് പറയും, മൊബൈൽ ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു ടെക്നോളജിയാണ് പേജർ. കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. അതായത് ടെക്സ്റ്റ് മെസ്സേജുകൾ മാത്രം വായിക്കാൻ കഴിയും, തിരിച്ചങ്ങോട്ട് കോൾ ചെയ്യാൻ സാധിക്കാൻ പറ്റാത്തതുമായുള്ളൊരു പഴയ ടെക്നോളജി, പഴയൊരു ഡിവൈസാണ്. അവർ പേജറിലേക്ക് മാറിയിരുന്നു ഈ അവരുടെ സുരക്ഷയെ കരുതി. ഇത് ഇസ്രായേൽ മനസ്സിലാക്കുകയും തായ്വാനിലെ ഒരു കമ്പനിയിൽ നിന്ന്, ഒരു പഴയ പേജർ കമ്പനിയിൽ നിന്ന് ആ പേജർ ഉണ്ടാക്കാനുള്ള ലൈസൻസിങ് കരാർ അവർ മറ്റൊരു ഷെൽ കമ്പനി വഴി വാങ്ങുകയും ഈ ഹിസ്ബുള്ള ടീംസ് ഈ പേജർ വാങ്ങാനുള്ള അന്വേഷണത്തിനിടയിൽ ഇവരെങ്ങനെയോ കടന്നുകൂടി ഒരു പേജർ ദാതാവ് എന്നുള്ള നിലയിൽ ഈ ഇസ്രായേൽ തന്നെ, അല്ലെങ്കിൽ ഇസ്രായേൽ ചാരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണത്തിൽ തന്നെ ഇത്തരം പേജറുകൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നിർമ്മാണ വേളയിൽ തന്നെ അവരതിൻ്റെ ബാറ്ററിയോട് ചേർന്ന് ഒരു ഡെറ്റനേറ്റർ ഘടിപ്പിച്ച് ആ ഡെറ്റനേറ്റർ അവർ ഒരു പ്രത്യേക സന്ദേശം അയക്കുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന നിലയിൽ സെറ്റ് ചെയ്യും വെച്ചു. അതായത് അതിനെ നമ്മൾ ട്രോജനുകൾ എന്നാണ് വിളിക്കുന്നത്. ട്രോജൻ എന്നുള്ള പേരും ആ ട്രോജനുള്ള കഥയും നിങ്ങൾക്കറിയാമല്ലോ. ട്രോജൻ കുതിരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ട്രോജൻ യുദ്ധ സമയത്ത് ഒരു കുതിരയെ എങ്ങനെയോ കോട്ടയ്ക്കുള്ളിൽ എത്തിക്കുകയും ആ കുതിര വന്നപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കുകയും എന്നാൽ കുറേ സമയം കഴിഞ്ഞ് ഉള്ളിൽ, അതായത് ഒരു പ്രത്യേക കറക്റ്റ് എപ്പോഴാണോ ആക്രമിക്കേണ്ടതെന്ന് തോന്നുന്ന സമയത്ത് കുതിരയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന പടയാളികൾ പുറത്തിറങ്ങി ട്രോജൻ യുദ്ധം വിജയിക്കുക, അങ്ങനെയാണല്ലോ കഥ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇത്തരത്തിലുള്ള ട്രോജൻ വൈറസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഉടനെ ഒരു കുഴപ്പം ഉണ്ടാക്കത്തില്ല. അതിന് ഒരു പ്രത്യേക സമയത്തിന് വേണ്ടി അത് നോക്കിയിരിക്കുകയും അപ്പോഴായിരിക്കും അതിൻ്റെ ആക്രമണം അഴിച്ചുവിടുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ ഈ പേജർ ആക്രമണത്തിൽ അവർ ചെയ്തത്, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് വിടുമ്പോൾ അപ്പോൾ മാത്രം പ്രവർത്തിക്കാവുന്ന തരത്തിൽ ഒരു ചെറിയ ബോംബ് അവർ ആ പേജറുകളിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ പേജറുകളെല്ലാം, ഇത്തരത്തിലുള്ള ഫേക്ക് പേജറുകളെല്ലാം 2024 അവർ വിതരണം ചെയ്തു. 2024 സെപ്റ്റംബർ 17 ഈ പേജറുകളെല്ലാം ഒറ്റയടിക്ക് ഇസ്രായേലിൽ നിന്ന് ഒരു രഹസ്യ കോഡ് അയക്കുക വഴി ഈ ഡെറ്റനേറ്ററുകൾ പ്രവർത്തിക്കുകയും എനിക്കൊന്ന് 2700 പേർ, ധാരാളം പേർക്ക് പരിക്ക് പറ്റിയ, ഒരു 10-ലധികം ആൾക്കാർ മരിച്ച ഒരു സംഭവമാണ്. ഈ ഹാക്കിങ്ങിന് അതിൻ്റെ നമ്മളൊക്കെ വിളിക്കുന്ന ഒരു പേരാണ് സപ്ലൈ ചെയിൻ അറ്റാക്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ അറ്റാക്കിന്, അല്ലെങ്കിൽ അത് ഹാക്ക് ചെയ്യാനുള്ള വഴി കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാനുള്ള മാർഗം അതിലേക്ക് ഉൾപ്പെടുത്തിയത് ഇതിൻ്റെ സപ്ലൈ ചെയിനിലായിരുന്നു. അതായത് ആ പേജർ എന്ന് പറയുന്ന ഉൽപ്പന്നം അവരുടെ കയ്യിൽ എത്തുമ്പോഴേ അതിലൊരു ട്രോജൻ അല്ലെങ്കിൽ ഒരു വൈറസിനെ ഇട്ടിട്ടാണ്, ഒരു ഹാർഡ്വെയർ വൈറസിനെ ഇട്ടിട്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഡോർമെൻ്റായി അവർ ഉദ്ദേശിക്കുന്ന കാലത്തോളം അതിനകത്തിരിക്കുകയും തോന്നുമ്പോൾ മാത്രം അത് പ്രവർത്തനം കഴിച്ചു. അപ്പോൾ അതിനെയാണ് സപ്ലൈ ചെയിൻ, അതായത് നിർമ്മാണ വേളയിൽ തന്നെ നമ്മൾ ഹാക്കിങ്ങിനായി ചില കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ആ ഒരു തരത്തിലുള്ള അറ്റാക്കിനെയാണ് സപ്ലൈ ചെയിൻ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചേക്കുക. ഇനി നമ്മുടെ പ്രധാന വിഷയമായ EVM പോകാം. അപ്പോൾ EVM, അതിൻ്റെ ചെറിയൊരു ചരിത്രവും അതിൻ്റെ ഒരു നിർമ്മാണത്തിനെക്കുറിച്ചും പറഞ്ഞിട്ട് കുറച്ച് വിശദാംശങ്ങളിലേക്ക് പോകാം. ശരിക്കും EVM 1977 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായി EVM എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അത് ആദ്യമായി പ്രയോഗത്തിൽ വരുന്നത് 1982 പറവൂർ, നമ്മുടെ കേരളത്തിലാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം. ആദ്യമായി ലോകത്തിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു ഗവൺമെൻറ് നിലയിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് നടത്തുന്നത് വേണമെങ്കിൽ കേരളത്തിലാണ്, ഇന്ത്യയിലാണ് എന്ന് പറയാം. അമേരിക്കയിൽ പോലും ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയൊരു വ്യാപകമായി ഇലക്ട്രോണിക് വോട്ടിംഗ് നടന്നിട്ടില്ല. ഇപ്പോൾ അവർ തിരിച്ച് ബാലറ്റിങ്ങിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഉപയോഗം 1982 കേരളത്തിലെ പറവൂരിലായിരുന്നു. ഇത് പ്രധാനമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെൽ എന്ന കമ്പനി, ഭാരത് ഇലക്ട്രിക് ലിമിറ്റഡ് എന്ന ബാംഗ്ലൂർ കമ്പനിയും ECIL എന്ന രണ്ടും ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആണ്. ഇവർ സംയുക്തമായിട്ടും IIT-കളുമായിട്ടും ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള മെഷീൻസ്, ഈ EVM മെഷീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പറയണം, ഇതൊരു ഇലക്ഷന് നമ്മുടെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതുമായിട്ട് സംബന്ധിക്കുന്ന ഒരു മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇത് പരമാവധി ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണം എന്ന് തന്നെയായിരുന്നു തീരുമാനം. പക്ഷേ
നമ്മുടെ രാജ്യത്തിന് എല്ലാ സാങ്കേതിക വിദ്യയുടെ എല്ലാ തരത്തിലും ഒരു എന്താ പറയുക, നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടില്ല. നമുക്ക് ഇപ്പോഴും പല ടെക്നോളജിയിലും, ഉദാഹരണത്തിന് മൈക്രോ ചിപ്പുകൾ, ഞാൻ ആ മേഖലയിൽ ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ അതുണ്ടാക്കാൻ പറ്റില്ല, അതിനുള്ള ഫാക്ടറികളൊന്നും ഇല്ല. അപ്പം നമ്മൾ ഇവിടെ ഏത് മെഷീൻസ് ഉണ്ടാക്കിയാലും അത് US-ലെയോ പുറത്തുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ ചിപ്പുകൾ വാങ്ങി വെക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാം ഇൻഡിജിനസ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ ചിപ്പുകൾ ഇന്ത്യക്ക് സ്വന്തമായി ഇല്ലാത്തതുകൊണ്ട് അത് വിദേശത്തു നിന്നാണ് വാങ്ങുന്നത്. പക്ഷേ നമ്മളൊക്കെ സാധാരണ വാങ്ങിക്കാൻ കിട്ടുന്നത് പോലത്തെ മൈക്രോ കൺട്രോളേഴ്സാണ്. അതിനൊരു പ്രത്യേകമായൊരു ട്രോജനൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അതൊരു എന്താ പറയുക, അതൊരു വിദേശിയാണ് എന്നും മനസ്സിലാക്കുക. ഉള്ളിൽ ഉപയോഗിക്കുന്ന മൈക്രോ ചിപ്പുകൾ അത് US-ലുള്ള മൈക്രോ ചിപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ, അല്ലെ റെനസാസ് എന്ന് പറയുന്ന ജപ്പാൻ കമ്പനിയുടെയാണ് സാധാരണ EVM-ൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതിലുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, അപ്പോൾ ഒരു മൈക്രോ ചിപ്പിൽ ഈ കാര്യങ്ങളെല്ലാം, ഈ ഒരു സ്വിച്ച് അമർത്തുമ്പോൾ ഇന്ന വോട്ട് വേണം, അതിലൊരു പ്രോഗ്രാമിലായിരിക്കുമല്ലോ എഴുതുന്നത്. ഈ പ്രോഗ്രാം ഇതിൻ്റെ ഒരു കാതലായ ഒരു കാര്യമാണ്. ഈ പ്രോഗ്രാമിനെ ഹാക്ക് ചെയ്താൽ ഇലക്ട്രോണിക് മെഷീൻ, EVM അല്ല, ഏത് മെഷീനും ഹാക്ക് ആവുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതായത് തിരുത്താൻ കഴിയാത്ത വിധത്തിലാണ് ഈ EVM-ൻ്റെ പ്രോഗ്രാം EVM മൈക്രോ ചിപ്പുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നത് വൺ ടൈം പ്രോഗ്രാമബിൾ എന്നാണ്. അതായത് ഒരു പ്രാവശ്യം അതിൻ്റെ മെമ്മറിയിലേക്ക് ഈ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലും ആ പ്രോഗ്രാമിനെ വേറെ ആർക്കും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ അത് പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയാം. പുറത്തുനിന്ന് ആരെങ്കിലും എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ആ പ്രോഗ്രാം എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനെ വൺ ടൈം പ്രോഗ്രാമബിൾ എന്നാണ് പറയുക. ഇനി EVM-ൻ്റെ ഒരു സാങ്കേതിക വശങ്ങളും അതിൻ്റെ സുരക്ഷയൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കാം, എന്നിട്ട് അതിൻ്റെ ഹാക്കിങ്ങിലേക്ക് പോകാം. ഇതിന് പ്രധാനമായിട്ട്, ഇത് യഥാർത്ഥ ചിത്രമല്ല കാണിച്ചിരിക്കുന്നത്, എങ്കിലും എളുപ്പത്തിന് വേണ്ടി കാണിച്ചിരിക്കുന്നത്. ഇതിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ഒരു ബാലറ്റ് യൂണിറ്റ് ഉണ്ട്, ഒരു VVPAT ഉണ്ട്. ഇത് നമുക്കറിയാവുന്നതാണ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ആ കൺട്രോൾ യൂണിറ്റാണ്. അതിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ബാലറ്റ് യൂണിറ്റിലാണ് നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. ഈ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ ഒരു വയർ വഴി ഈ കൺട്രോൾ യൂണിറ്റിലേക്ക് വന്നാണ് ഇത് സൂക്ഷിക്കപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ അടുത്തിടയ്ക്ക് വന്ന പല പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പല രാഷ്ട്രീയ അല്ലെങ്കിൽ അലിഗേഷൻസ് കാരണം കോടതി വിധിയുണ്ട്. ഇത്ര ശതമാനം, ഏകദേശം 5% വോട്ടുകൾ VVPAT എന്ന് പറയുന്ന മെഷീനിലേക്ക് ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി പിന്നീട് കൂട്ടിച്ചേർത്ത VVPAT മെഷീൻ. ഈ 3 ഭാഗങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു യന്ത്രമാണിത്. അതിലെ പ്രധാനപ്പെട്ട കൺട്രോൾ യൂണിറ്റിൽ ഇത് തമ്മിൽ പരസ്പരം വയറുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇതിന് ഒരു എന്താ പറയുക, ഇലക്ട്രിക് കണക്ഷൻ്റെ ആവശ്യം പോലും ഇല്ല. ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കാവുന്നതാണ്. അതായത് പരമാവധി യാതൊരു പുറമേ നിന്നുള്ള കണക്ഷൻ ഇല്ലാതെ, ഒരു ലൈനിലേക്കും കൊടുക്കാതെയാണ് ഇതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി അതറിയാമെങ്കിലും പെട്ടെന്നൊന്ന് പറയാം. അതായത് പോളിംഗ് ഓഫീസർ ആദ്യം ബാലറ്റ് ബട്ടൺ അമർത്തുന്നു. അപ്പോൾ ഒരു ബാലറ്റ് യൂണിറ്റിൽ ഒരു പച്ച ലൈറ്റ് തെളിയുന്നു. ഇനി വോട്ടിങ്ങിനുള്ള സ്വിച്ച് അമർത്തുമ്പോൾ VVPAT-ൽ ആ ഒരു പേപ്പറിൽ ആ ഓപ്ഷൻ വരികയും അത് VVPAT-ൽ വന്ന് അത് പെട്ടിയിലേക്ക് അങ്ങ് പോകും. അതിനോടൊപ്പം തന്നെ വോട്ട് കൺട്രോൾ യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ മെഷീൻ നിങ്ങൾക്ക് അത് നേരിട്ട് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ ഇപ്പോഴത് ഉറപ്പിക്കുകയും ചെയ്തു, ഇത് യാതൊരു തരത്തിലുള്ള ഇൻ്റർനെറ്റോ മറ്റു തരത്തിലുള്ള യാതൊരു കോംപ്ലക്സിറ്റിയും ഇല്ലാത്ത ഒരു മെഷീനാണിത്. ഇത് യഥാർത്ഥത്തിൽ അത് മനഃപൂർവ്വം തന്നെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കാരണം വളരെ ഡംപായിട്ടുള്ള ഒരു മെഷീനെ ഹാക്ക് ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ടാണ്. അമേരിക്കയിൽ പണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അവതരിപ്പിച്ചപ്പോൾ അവിടെ ഹാക്കിംഗ് നടന്നിട്ടുണ്ട്. പക്ഷേ അമേരിക്കയിൽ അത് നടന്നത് അവർ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇതിനേക്കാളുമൊക്കെ വളരെ സ്മാർട്ടായിട്ടുള്ള മെഷീനായിരുന്നു. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് പോലെ ഒരു ആൻഡ്രോയിഡോ വിൻഡോസോ ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഇൻ്റർനെറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു വോട്ടിംഗ് മെഷീനാണ്. അത് പലതരത്തിൽ ഹാക്ക് ചെയ്യപ്പെടുകയും അവിടെ ഹാക്ക് ചെയ്യാൻ വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ തന്നെ അമേരിക്കയിലെ വോട്ടിംഗ് മെഷീനൊക്കെ ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ത്യൻ വോട്ടിംഗ് മെഷീൻ വളരെ ഡംപായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് അറിയാവുന്ന ആ ജോലി മാത്രമേ ചെയ്യുകയുള്ളൂ. അതിനകത്തുള്ള
പ്രോഗ്രാമുകൾ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് യാതൊരു വിധത്തിലുള്ള വയർലെസ് ഇൻ്റർനെറ്റ് കണക്ഷനുകൾ ഉണ്ടാക്കാനും സാധ്യമല്ല. അതായത് നിങ്ങൾ ബ്ലൂടൂത്ത് വഴിയോ ഏതെങ്കിലും വഴിയോ ഒക്കെ ഒരു ഹാക്ക് ചെയ്യാന്ന് വെച്ചാൽ അതിനോടൊന്നും പ്രതികരിക്കുന്ന ഒരു യന്ത്രമല്ല EVM. കണക്ട് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓതൻറ്റിക്കേഷൻ നടത്തുന്നുണ്ട്. ആരാണ് അപ്പുറത്തിരിക്കുന്നത്, ഞാനാണ് ഇപ്പുറത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇതൊരു പ്രത്യേക കോഡ് ഭാഷ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപകരണം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഇത് ചെയ്യുന്നത് തന്നെ പ്രവർത്തനം നിർത്തുക എന്നുള്ളതാണ്. അതിന് മനസ്സിലായി ആരോ എന്നിടയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഓതൻറ്റിക്കേഷനാണ് ഒരു ഇതിൻ്റെ സുരക്ഷാ കവചങ്ങളിലൊന്ന്. ഓരോ മെഷീനും പരസ്പരം തിരിച്ചറിയാനും വളരെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള, അതായത് നേരിട്ടൊരു വിവരം അയക്കുന്നില്ല, വിവരങ്ങളെല്ലാം മൊഴിമാറ്റം വരുത്തിയ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും ഓരോ യൂണിറ്റിൽ നിന്നും, കൺട്രോൾ യൂണിറ്റിൽ നിന്നും ബാലറ്റ് യൂണിറ്റിൽ നിന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ മെഷീൻ്റെ കവചം, അതായത് നമുക്ക് വയർ വഴിയും ടാപ്പ് ചെയ്യാം, വേണമെങ്കിൽ ആരുടെയും ഒരു ബാലറ്റ് അല്ലെങ്കിൽ ഒരു EVM മെഷീൻ കണ്ടു കഴിഞ്ഞാൽ അത് തുറന്നും വേണമെങ്കിൽ അതിനെ ഹാക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടാമ്പർ ഡിറ്റക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇതിൻ്റെ സ്ക്രൂവോ മറ്റേതെങ്കിലും തരത്തിലോ ഓപ്പൺ ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിലെ ഡേറ്റകൾ നശിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റാർക്കും പുറത്ത് എടുക്കാൻ കഴിയാത്ത രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനെ ടാമ്പർ ഡിറ്റക്ഷൻ എന്നാണ് പറയുക. പിന്നെ നാലാമതുമുള്ള മറ്റൊരു സുരക്ഷ അവർ വെച്ചിരിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഒന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ കീകളും ഏത് സമയത്ത് എന്നത് അത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതായത് അത് ആരമർത്തിയാലും, അത് പ്രിസൈഡിങ് ഓഫീസറോ ഈ മെഷീനിൽ അമർത്തുന്ന ഓരോ കീയും ഏത് സമയത്ത് എപ്പോൾ എന്ന് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നീട് എപ്പോഴേലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചെടുത്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ റിയൽ ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇതിലെ എല്ലാ യന്ത്രഭാഗങ്ങളും അന്യോന്യം മ്യൂച്വലി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഓരോ ബാലറ്റ് യൂണിറ്റും ഓരോ മെഷീൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോഡ് ഭാഷ ഉപയോഗിച്ചിട്ടാണ്. ഇത് തുറക്കാൻ സാധിക്കും, തുറന്നാൽ അതിനകത്തെ ഡേറ്റ റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇതിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതാത് കൃത്യസമയത്തിൽ ഇതൊരു ലോഗ് ബുക്ക് പോലെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പിന്നീട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചെക്ക് ചെയ്യാൻ റിയൽ ടൈം എന്ന് പറയുന്നു. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ സുരക്ഷാ പരിശോധനകൾ, അതും പെട്ടെന്നൊന്ന് പറയാം. അതായത് ഒരുപക്ഷെ പലർക്കും ഇത് അറിയായിരിക്കും എന്താണ് ഇതിൻ്റെ EVM അട്ടിമറിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ താഴെ പറയുന്ന പരിശോധനകൾ ഓരോ വോട്ടിങ്ങിന് മുമ്പും നടത്തുന്നുണ്ട്. ഓരോ വോട്ടിംഗ് കാലത്തിന് മുമ്പ് നടത്തുന്നു. ഉദാഹരണത്തിന് ഒരു വോട്ടിംഗ് കാലം വരുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ എല്ലാ EVM മെഷീൻസും പ്രത്യേകമായി ചെക്ക് ചെയ്ത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സീൽ ചെയ്ത് മാറ്റി വെക്കപ്പെടുന്നു. അതിനെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് എന്നാണ് പറയുക. പിന്നെ ഓരോ വോട്ടെടുപ്പ് ദിവസവും രാവിലെ യഥാർത്ഥ വോട്ടിങ്ങിന് മുമ്പ് ഒരു മോക്ക് പോളിംഗ് നടത്തി നോക്കും. അതായത് അവിടെയുള്ള പ്രതിനിധികളുടെയൊക്കെ മുന്നിൽ വെച്ച് ഒരു മോക്കായിട്ട് ഇവിടുന്ന് ഇന്ന ബട്ടൺ ഞെട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ വോട്ട് വരുന്നു എന്നുള്ളതിൻ്റെ മോക്ക് പോളിംഗ് നടത്തുന്നു. അതിനാൽ തന്നെ ഇത് സിസ്റ്റമോ ഒന്നും ഹാക്ക് ചെയ്യപ്പെടുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്, പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നത്, ആരെങ്കിലും ഹാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള EVM മെഷീനുകൾ, അതായത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അയക്കാൻ മാറ്റി അങ്ങനെയുള്ളൊരു സാധ്യത, അതായത് ഹാക്ക് ചെയ്യപ്പെട്ട EVM മെഷീൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യത തടയാൻ വേണ്ടിയിട്ട് വളരെ റാൻഡമായിട്ടാണ് EVM മെഷീൻ്റെ ഇലക്ഷൻ സമയത്തെ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇന്ന മെഷീനുകൾ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു മുൻകൂട്ടി തീരുമാനിക്കത്തില്ല. അതൊരു റാൻഡമൈസേഷൻ പ്രക്രിയയിലൂടെയായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഏരിയയിൽ മാസ്സായിട്ട് ഫേക്കായിട്ടുള്ള EVM മെഷീനുകളൊക്കെ ഡിപ്ലോയ് ചെയ്യുക എന്ന് പറയുന്നത് അല്പസ്വല്പം അസ്വാഭാവികമാണ്. എങ്കിലും അതിലൊക്കെ വലിയ രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ വേണമെങ്കിൽ നടന്നേക്കാം. പക്ഷേ തത്വത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു റാൻഡമൈസ് ഇത് വിതരണം ചെയ്യുന്നതിലും ഒരു റാൻഡം മെത്തേഡാണ് സ്വീകരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള വിവാദം വന്നപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇത് ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾ ഒരു ചലഞ്ച് പോലെ വച്ചിരുന്നു. സത്യത്തിൽ ഇതുവരെ EVM സക്സസ്ഫുള്ളായി ഹാക്ക് ചെയ്തതായിട്ട് കൃത്യമായിട്ടൊരു തെളിവില്ല. ചെറിയ രീതിയിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ മാറ്റി വെക്കൽ അങ്ങനെയുള്ള ചെറിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ സക്സസ്ഫുള്ളായി ഇന്ത്യൻ EVM ഹാക്ക് ചെയ്തതായിട്ട് ഇതുവരെ തെളിവുകളില്ല.
അതിനോടൊപ്പം തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഇതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ മെഷീനുകളും കനത്ത കാവലിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത് തെളിയിക്കാൻ, സുരക്ഷിതത്വം തെളിയിക്കാനും അതിൻ്റെ സുതാര്യത തെളിയിക്കാനും ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരൊറ്റ സ്ലൈഡിൽ ഇതിൻ്റെ അട്ടിമറി സാധ്യതകളിലേക്ക് പോകാം. ഏതൊക്കെ തരത്തിൽ ഇതിനെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്? അതിലൊരു 5-6 പോയിന്റ്, വളരെയധികം പോയിന്റുകൾ ഇതിനകത്ത് പറയാമെങ്കിലും ഒരു 5-6 പോയിന്റിൽ നമുക്ക് അത് മാത്രം ചർച്ചയിലേക്ക് കൊണ്ടുവരാം. ആദ്യത്തെ ഒരു സാധ്യത, വയർലെസ്സായി ഇതിനെ ഹാക്ക് ചെയ്യും. പല അവകാശവാദങ്ങളും കണ്ടിട്ടുണ്ട്. EVM മെഷീൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിവൈസ് ഉപയോഗിച്ച് ബ്ലൂടൂത്ത് വഴി അതിലെ വോട്ടിംഗ് തോതുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് നമ്പർ മാറ്റാമെന്ന് എന്നുള്ള പല വാദങ്ങളും കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അത് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ മെഷീനിൽ നമുക്ക് ഇതുവരെ അറിയാവുന്ന രീതിയിലല്ല, ഗവൺമെൻറ് പുറത്തുവിട്ട രീതിയിൽ ഇതിൽ യാതൊരു വയർലെസ് സംവിധാനങ്ങളുമില്ല. ഒരു ബ്ലൂടൂത്തോ ഒരു വൈഫൈയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് അങ്ങനെ ഒരു അറ്റാക്കിന് സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോട്ടിംഗ് മെഷീൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ അത് ഈ കൺട്രോൾ യൂണിറ്റിനകത്തുള്ള ഒരു മെമ്മറിയിലാണല്ലോ ഈ വോട്ടുകളെല്ലാം സൂക്ഷിക്കുന്നത്. എല്ലാ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ യന്ത്രങ്ങളും അതിനൊരു മെമ്മറി ഉണ്ടാവും, അതിലായിരിക്കും വിവരങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. ഈ മെമ്മറി ചിപ്പ് മാറ്റിയാൽ ഇലക്ഷൻ അട്ടിമറിക്കാൻ സാധിക്കും. ശരിക്കും അങ്ങനെ നോക്കി കഴിഞ്ഞാൽ സാധിക്കും. പക്ഷേ അതിൻ്റെ സാങ്കേതിക വെല്ലുവിളി അത്ര വെല്ലുവിളി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ വെല്ലുവിളി, അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കസ്റ്റഡിയിൽ ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കിട്ടണം. അപ്പോൾ അത്തരത്തിൽ കുറേ മെഷീനുകൾ കിട്ടിയാൽ വേണമെങ്കിൽ നിങ്ങൾക്കത് മാറ്റാം. പക്ഷേ അപ്പോഴും ഓർക്കേണ്ട കാര്യമുണ്ട്, ഇതിന് മറ്റൊരു സുരക്ഷാ കവചം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇത് തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെയാവും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സുരക്ഷ ഉള്ളതുകൊണ്ട് ചിപ്പ് മാറ്റിവെക്കൽ അല്ലെ മെമ്മറി മാറ്റിവെക്കൽ എന്ന് പറയുന്നത് അത്ര പ്രായോഗികം എന്ന് പറയാൻ കഴിയില്ല. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഡിസ്പ്ലേ മാറ്റിവെക്കുക. ഡിസ്പ്ലേ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഇത് കൗണ്ട് ചെയ്യുമ്പോൾ ഓരോ മെഷീനിലും ടോട്ടൽ വോട്ടുകളുടെ എണ്ണം ഇത്ര സ്ഥാനാർത്ഥിക്ക് ഇത്ര എന്ന് എഴുതി കാണിക്കുമല്ലോ, അതിൻ്റെ ഒരു ഡിസ്പ്ലേയിൽ വരികയാണ്. അല്ലെങ്കിൽ അതിനെ പുറത്തോട്ട് റീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ മാറ്റം വരുത്തുക. പക്ഷെ അതിനും ഇതേ പ്രശ്നം തന്നെയുണ്ട്. ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റഡിയിൽ ആ മെഷീൻ വേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്കത് തുറക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഹാർഡ്വെയറിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് പ്രതികരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഉള്ളതാണ് അതിനുള്ള യഥാർത്ഥത്തിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ മെമ്മറി ചിപ്പ് പോലെ ഒരു മൈക്രോ കൺട്രോളർ ചിപ്പ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അമേരിക്കയുടെയോ അല്ലെ ജപ്പാൻ്റെയോ നമ്മൾ ഉപയോഗിക്കുന്ന ആ മൈക്രോ ചിപ്പുകൾ, അതൊന്നടങ്കം മാറ്റിവെക്കുക. അതിനും മുൻപ് പറഞ്ഞ അതേ പ്രശ്നം വരും. നിങ്ങൾക്ക് ആ യന്ത്രം തുറക്കേണ്ടി വരും. തുറന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. പിന്നുള്ള മറ്റൊരു സാധ്യതയാണ് സൈഡ് ചാനൽ അല്ലെങ്കിൽ ഇൻ്റർഫേസ് അറ്റാക്ക് എന്നൊക്കെ പറയും. സത്യത്തിൽ ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ IIT-യിലും ഒക്കെ പോയത്. എങ്ങനെയാണ് നമുക്ക് ഒരു ചിപ്പിനെ നേരിട്ടല്ലാതെ അറ്റാക്ക് ചെയ്ത് വിവരങ്ങൾ എങ്ങനെ പുറത്തേക്ക് എടുക്കാമെന്നുള്ളത്. ഇതിനെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു ചിപ്പ് ഒരു യന്ത്രമുള്ള ഒരു ചിപ്പ് അല്ലെങ്കിൽ ഒരു മെഷീനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള പ്രവർത്തനങ്ങളുടെ തോതിനനുസരിച്ചാണ് അത് ലൈനിൽ നിന്നും ബാറ്ററിയിൽ നിന്ന് കറണ്ട് വലിക്കുന്നതോ ലൈനിൽ നിന്ന് കറണ്ട് വലിക്കുന്നതോ ആ പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ചാണ്. അത് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെയൊക്കെ നാട്ടിൽ പെട്ടെന്ന് ചിലപ്പോൾ വാട്ടർ മോട്ടർ ഇടുമ്പോൾ കറണ്ട് ഒന്ന് ഡിം ആവുന്നത് കണ്ടിട്ടില്ലേ? കറണ്ട് അത്രയും നേരം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ വാട്ടർ മോട്ടർ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ വളരെ അധികം കറണ്ട് ലൈനിൽ നിന്ന് എടുക്കേണ്ടി വന്നു. ഇതേ കാര്യം ഏതൊരു യന്ത്രത്തിലെ ചിപ്പിനകത്തും സംഭവിക്കും. വളരെ ചെറിയ തോതിലായിരിക്കും സംഭവിക്കുന്നതേ ഉള്ളൂ. വളരെ ഇത്തരത്തിൽ എൻക്രിപ്ഷൻ പോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ്, അത്തരത്തിലുള്ള ലോജിക്കുകൾ ചിപ്പിനുള്ളിൽ നടക്കുമ്പോൾ സാധാരണയിൽ നിന്നും കൂടുതൽ കറണ്ട് അത് ബാറ്ററിയിൽ നിന്നോ ലൈനിൽ നിന്നോ വലിക്കും. വളരെ ചെറുതാണെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കിത് സൂക്ഷ്മമായിട്ട് അളക്കാൻ സാധിച്ചാൽ ഇതിനകത്തുള്ള പ്രവർത്തനങ്ങളെ ഈ കമ്പ്യൂട്ടിങ്ങിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് അറിയാനാണ് ഒരു പരീക്ഷണത്തിനാണ് ഞാൻ പോയത്. അതിനാണ് സൈഡ് ചാനൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള ചിപ്പുകൾ എടുക്കുന്ന കറണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ചിപ്പുകൾ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ചില ഇൻ്റർഫറൻസുകളിൽ നിന്നോ ഒക്കെ നമുക്ക് ഈ ചിപ്പിനെ ബ്രേക്ക് ചെയ്യാനുള്ള വഴികൾ ഇപ്പോഴുണ്ട്. അത്തരത്തിലുള്ളൊരു സാധ്യത നോക്കിയാലും
അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വോട്ടിംഗ് മെഷീൻ ആണെങ്കിൽ അത് നടത്തണമെങ്കിൽ ഒന്നിൽ ഈ പറഞ്ഞ പോലെ വോട്ടിംഗ് മെഷീൻ നമ്മുടെ കസ്റ്റഡിയിൽ വേണം, അല്ലെങ്കിൽ ആരും അറിയാതെ അതിൻ്റെ സൈഡിൽ ഇരുന്ന് ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒരു പോളിംഗ് ബൂത്തിൽ ചെയ്യാനുള്ള പരിമിതി കൊണ്ടും ഇത് വളരെ കുറച്ച് സമയം വേണ്ടിയ അറ്റാക്ക് ആയതുകൊണ്ട് അതിനുമുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്തിനാണ് സാധ്യത ഉള്ളത്? അപ്പോൾ അതിലാണ് നമ്മൾ ലാസ്റ്റിൽ വരുന്നത്. ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ EVM ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സാധ്യത അത് സപ്ലൈ ചെയിൻ ഹാക്കിംഗ് വഴിയാവാനാണ് സാധ്യത. കാരണം ഇതിനകത്ത് EVMൽ ഇത്രയും സുരക്ഷാ ചർച്ചകളും ഗവൺമെൻറ് പലതരത്തിലുള്ള എന്താ പറയുക ഈ മാനദണ്ഡങ്ങൾ ടെസ്റ്റുകൾ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിലൊരു കാര്യം മാത്രം സുതാര്യമാക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത് കഴിയില്ല. അത് മറ്റൊന്നുമല്ല, ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാം. ഈ മെഷീനിൽ ഇന്ന സ്വിച്ച് ഞെക്കുമ്പോൾ ഇന്നത് ചെയ്യണം എന്നുള്ളതിനൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, ആ കമ്പ്യൂട്ടർ പ്രോഗ്രാം EVMൽ 1 ടൈം പ്രോഗ്രാമബിൾ ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരിക്കൽ നിർമ്മാണ വേളയിൽ അത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പക്ഷേ ഈ നിർമ്മാണ വേളയിൽ റൈറ്റ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ ഒരു 2 വരി കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരിക്കും അങ്ങനെ ഒരു ഇപ്പം അപ്പോൾ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഇതിൻ്റെ സോഴ്സ് കോഡുകൾ പുറത്തു വിടുക എന്നുള്ളതാണ്. സോഴ്സ് കോഡുകൾ പുറത്തു വിടുന്നതിന് കുറച്ച് സുരക്ഷാ പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് ഗവൺമെൻറ് ഇതുവരെ സോഴ്സ് കോഡുകളൊന്നും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സോഴ്സ് കോഡുകൾ പുറത്തു വിടാത്തത് കൊണ്ടും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ, അതായത് ഇത് ഉണ്ടാക്കുന്നതിൽ എത്രത്തോളം കൃത്യത, എത്രത്തോളം സുതാര്യത ഉണ്ട് എന്നുള്ളത് ഉറപ്പില്ലാത്തത് കൊണ്ടും ഒരു പക്ഷേ ഞാൻ കരുതുന്നത് EVM എങ്ങനെയെങ്കിലും ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കൂടുതലും സപ്ലൈ ചെയിൻ അറ്റാക്ക് വഴിയായിരിക്കാനാണ് സാധ്യത. ഈ സപ്ലൈ ചെയിൻ അറ്റാക്കിനെ കുറിച്ച് മുൻപ് നമ്മൾ പറഞ്ഞതാണെങ്കിൽ അല്പം ഈ EVMൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് സപ്ലൈ ചെയിൻ അറ്റാക്ക്? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് EVM ആയാലും ഇത്തരത്തിലുള്ള ഏത് മെഷീൻ ആയാലും അതിലേക്ക് നിർമ്മാണ വേളയിൽ തന്നെ ഒരു ട്രോജൻ കുതിരയെ ഉൾപ്പെടുത്തുന്നതാണ് സപ്ലൈ ചെയിൻ അറ്റാക്ക് എന്ന് പറയുന്നത്. അത് ഹാർഡ്വെയറിലാവാം, സോഫ്റ്റ്വെയറിലാവാം. ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ അതൊരു യന്ത്രവും അതിനോടൊപ്പം തന്നെ അതിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമും ഉണ്ട്. ഇതിൻ്റെ ഹാർഡ്വെയറിലോ സോഫ്റ്റ്വെയറിലോ മുന്നേ കൂട്ടി തയ്യാറാക്കിയ ഒരു പ്രോഗ്രാം ഉണ്ടാക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഇത് ഹാക്ക് ചെയ്യാൻ എളുപ്പമുള്ള വഴി. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് ഹിസ്ബുള്ളയുടെ പേജർ അറ്റാക്കിലെ കാര്യം പറയുന്നത് പോലെ ഇത് നമുക്ക് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കത്തില്ല. ഇത് എപ്പോഴാണോ ഒരു ഉപയോക്താവ് ഇത് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നത് ഒരു പ്രത്യേക കീ കോമ്പിനേഷനിലൂടെ ആക്റ്റീവ് ആക്കുന്നത് പോലെ ഈ ട്രോജൻ കുതിരയെ അല്ലെങ്കിൽ ഈ ട്രോജൻ വൈറസിനെ ഉൾപ്പെടുത്താൻ കഴിയും. അതായത് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ഒരു പക്ഷേ കൗണ്ടിങ്ങിന് മുമ്പ് ബാലറ്റ് യൂണിറ്റിലിരിക്കുന്ന 2-3 കീകൾ, നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾ ചിലപ്പോൾ വോളിയം ബട്ടൺ 2 കൂടെ അമർത്തത്തില്ല ചില ഫോണിൽ. അതൊരു ഹാക്കിംഗ് കീ ആണ്. 2 ബട്ടൺ ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫങ്ഷൻ ചെയ്യണം എന്ന ഫോണിൻ്റെ പ്രോഗ്രാമിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2-3 ബട്ടൺ ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയോ ഏതെങ്കിലും തരത്തിൽ പാറ്റേൺ മാറ്റണമെന്നോ അല്ലെങ്കിൽ ഇന്ന വോട്ടുകൾ മാറ്റണമെന്നോ എന്ത് തരത്തിൽ വേണമെങ്കിലും നമുക്കതിനകത്ത് പ്രോഗ്രാം എഴുതി വെക്കാം, പ്രോഗ്രാമിൽ ആ സ്വാതന്ത്ര്യം ലഭിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഇല്ല എന്ന് അല്ലെങ്കിൽ ഇത് തെളിയിക്കാൻ പലതരത്തിലുള്ള വിദഗ്ധ കമ്മിറ്റികളെ കൊണ്ട് പ്രോഗ്രാമുകളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എന്ന് പറഞ്ഞാലും ഈ ഒരു അറ്റാക്ക് ഏതൊരു ഘട്ടത്തിലും ഏതൊരു സമയത്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനാൽ ഒരു പക്ഷേ EVMൻ്റെ സോഴ്സ് കോഡുകൾ പബ്ലിക് ആക്കിയില്ലെങ്കിലും ഇത്തരത്തിൽ സോഴ്സ് കോഡുകൾ പബ്ലിക് ആക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിലേക്കല്ല ഇതിൻ്റെ പ്രോഗ്രാം കിട്ടുകയാണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ഹാക്കിങ്ങോ ഒക്കെ ചെയ്യാനുമുള്ള ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷേ അതിന് പകരമായിട്ട് വേണമെങ്കിൽ ഒരു വിദഗ്ധ സമിതിയെ വെച്ചിട്ട് ഈ പ്രോഗ്രാം കോഡുകൾ ചെക്ക് ചെയ്യിപ്പിക്കുകയും ആ പ്രോഗ്രാം EVMൻ്റെ പ്രോഗ്രാം സത്യം പറഞ്ഞാൽ പെട്ടെന്നൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ലാത്ത പ്രോഗ്രാമാണ്. അതൊരിക്കൽ എഴുതിയാൽ പിന്നെ മാറ്റാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ എഴുതിയ ആ പ്രോഗ്രാമിൻ്റെ ഒരു ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞാൽ
ഉദാഹരണത്തിൽ ദിലീപിൻ്റെയൊക്കെ കേസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പെൻഡ്രൈവ് കോടതി കാണുന്നതിന് മുമ്പ് മറ്റാൾക്കാർ കണ്ടു എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിവരങ്ങൾ ഈ നമ്മളിപ്പം ഹാഷ് വാല്യൂ അല്ലെങ്കിൽ ചെക്സം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പേജ് ഡേറ്റ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കരുതുക, അതൊരു ഡിജിറ്റൽ ഫോർമാറ്റിലാണെന്ന് കരുതുക. ആ ഫോർമാറ്റിൽ ആ കോഡ് നമ്മളൊരു 1ലേക്കും 0 കമ്പൈൽ ചെയ്യുക എന്ന് പറയും, അത് കമ്പ്യൂട്ടർ ഭാഷയിലേക്ക് മാറ്റുന്ന സമയത്ത് ആ സമയത്തുള്ള അതിലുള്ള പ്രോഗ്രാമിൻ്റെ നമ്പർ ഓഫ് വൺസ് ആൻഡ് സീറോസ് എത്ര 1, 0 എന്നുള്ളതിൻ്റെ കണക്കിലും സാഹചര്യത്തിലുള്ള സമയവും ഒക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക കോഡ് ഉണ്ടാക്കും. ആ കോഡ് ആ സമയത്ത് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ആ കോഡിന് ആ സമയവുമായിട്ടും അതിലുള്ള ആ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കിട്ടുന്ന 1, 0 എന്നുള്ള വാല്യൂവുമായിട്ടും എല്ലാം ബന്ധമുണ്ടാവും. അതായത് പിന്നീട് വേറെ ആരെങ്കിലും ഈ പ്രോഗ്രാം ഓൾട്ടർ ചെയ്യാൻ ശ്രമിച്ചാലോ റീഡ് ചെയ്യാൻ ശ്രമിച്ചാലോ പിന്നീട് ഉണ്ടാക്കുന്ന ഹാഷ് വാല്യൂ അല്ലെങ്കിൽ ചെക്സം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് കോടതിക്ക് എന്ന് മനസ്സിലായത് ദിലീപ് കേസിൽ മറ്റാരോ പെൻഡ്രൈവ് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു ഹാഷ് വാല്യൂ സൂക്ഷിക്കുകയാണെങ്കിൽ ഓരോ ഇലക്ഷന് മുമ്പും ഈ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഈ ഓരോ ഇലക്ഷന് മുമ്പും ഒരു പക്ഷേ ഇതിനകത്തുള്ള പ്രോഗ്രാമിൻ്റെ ഹാഷ് വാല്യൂ ചെക്ക് ചെയ്താൽ അല്ലെങ്കിൽ ആ ഹാഷ് വാല്യൂ ആദ്യം നമ്മൾ വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിച്ചുണ്ടാക്കിയ ഹാഷ് വാല്യൂ ആണെങ്കിൽ അതേ ഹാഷ് വാല്യൂ പിന്നീട് എല്ലാ മെഷീനിലും കാണുകയാണെങ്കിൽ അർത്ഥം പിന്നീട് പ്രോഗ്രാം ചേഞ്ച് ചെയ്തിട്ടില്ലെന്നാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ഉള്ള സുരക്ഷ അല്ലെങ്കിൽ പരിശോധനകളോ ഇത്തരത്തിലുള്ള നിബന്ധനകളോ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഓപ്പൺ സോഴ്സ് പബ്ലിക്കായി ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സാധ്യത നിലനിൽക്കുന്നെങ്കിലും ഞാനതിന് അത്ര ഒരു ഓപ്പൺ സോഴ്സ് കൊടുക്കുന്നതിൽ വളരെ പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാളും കൂടുതൽ കാര്യക്ഷമമായുള്ള മാർഗങ്ങളായി ഞാൻ കരുതുന്നത് ഈ OTP റിവ്യൂ അല്ലെങ്കിൽ ഹാഷ് ചെക്സം വെരിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷയത്തിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. ശരിക്കും EVM ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു കൗതുകത്തിനൊക്കെ വേണ്ടിയിട്ടിട്ട ഒരു പേരാണ്. ഇതിനകത്ത് ഞാൻ EVM മെഷീനെ ഒരു ഉദാഹരണം എന്നുള്ള നിലയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. പക്ഷേ യഥാർത്ഥ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈബർ ഹാക്കിംഗ് അല്ലെങ്കിൽ സൈബർ വാർഫെയർ എന്നുള്ളതാണ്. എല്ലാവരും EVMൻ്റെ പുറകിൽ പോകുമ്പോഴും പക്ഷെ നിങ്ങൾ മനസ്സിലാകാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും ഭീകരമായ പ്രശ്നങ്ങളാണ് ശരിക്കും ഇന്ത്യ നേരിടുന്നത്. EVM മാത്രമൊന്നും അല്ല പ്രശ്നം. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സാങ്കേതികമായിട്ടുള്ള നമ്മുടെ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഏത് തരത്തിലുള്ള നിങ്ങളുടെ മിലിറ്ററി ചിപ്പായാലും നിങ്ങളുടെ റോക്കറ്റിൽ ഉപയോഗിക്കേണ്ടതായാലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസിൽ ഉപയോഗിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന സർവൈലൻസ് ക്യാമറ ആയാലും റോഡിലുള്ള ക്യാമറ ആയാലും എല്ലാത്തിലും സത്യത്തിൽ വിദേശ ചിപ്പുകളുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളം സിറ്റിയിലിരിക്കുന്ന 95% ക്യാമറയും ഒരു പക്ഷേ ചൈനീസ് നിർമ്മിതമായിരിക്കും. ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ പറയുമെങ്കിലും ഇവിടെ ചിപ്പുകളൊന്നും നിർമ്മിക്കുന്നില്ല. പുറത്തുനിന്ന് വാങ്ങുന്ന ചിപ്പുകൾ വെച്ച് അസംബിൾ ചെയ്യുകയും പ്രോഗ്രാം ചെയ്യുകയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചൈനീസ് ചിപ്പുകൾ ഉപയോഗിക്കുന്ന ഈ സർവൈലൻസ് ക്യാമറയിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹാർഡ്വെയർ ട്രോജൻ ഉണ്ടാക്കിയെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ചൈനയ്ക്കോ മറ്റേതൊരു രാജ്യത്തിനോ കംപ്ലീറ്റ് നമ്മുടെ ഒരു മാപ്പ് കിട്ടുകയാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, ഒരു എറണാകുളം സിറ്റിയിൽ എന്തൊക്കെ നടക്കുന്നു, എവിടൊക്കെ പോകുന്നു, എന്തൊക്കെയാണ് ഉള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് തന്നെ നമ്മുടെ മിലിറ്ററിയിലും നമ്മുടെ പലതരത്തിലുള്ള പബ്ലിക് സർവീസിലും ഗവൺമെൻറ്റിലുമൊക്കെ ഇത്തരത്തിൽ ഉള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഓൺലൈൻ ആവാം, ഓഫ്ലൈൻ ആവാം. അപ്പോൾ അത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകളെ കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഞാൻ പങ്കുവെക്കുന്ന ആശയം. EVM ഒരു സൗകര്യത്തിന് വേണ്ടി എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാവിയിലെ യുദ്ധങ്ങൾക്ക് ശരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത് ഭാവിയിലെ യുദ്ധങ്ങൾ അതിർത്തിയിലുള്ള വെടിവെപ്പുകളോ മറ്റൊന്നും ആയിരിക്കില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറേ ഫ്ലൈറ്റും കുറേ ബോംബും കുറേ ആൾനാശവും ഒക്കെ ചെയ്യുന്നതിന് പകരം വളരെ ഈസിയായി അവരുടെ പവർ ഗ്രിഡുകളെയും അവരുടെ ബാങ്കിങ് സംവിധാനത്തെയും അവരുടെ ആയുധ നിയന്ത്രണത്തിനെയും ഒക്കെ കമ്പ്യൂട്ടർ വഴി ഹാക്ക് ചെയ്താൽ മതി. എല്ലാം കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആണല്ലോ, ഹാക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇതാണ് ഭാവിയിലെ യുദ്ധങ്ങൾ. ഒരു ബോംബ് പോലും പൊട്ടിക്കാതെ ഒരു പക്ഷേ ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ പരമാധികാരത്തിനെ താഴത്തെത്തിക്കാൻ സാധിക്കും.
അതായത് അറ്റോമിക് ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നാശമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രവർത്തനശേഷിയെ തന്നെ ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള ഹാക്കിങ്ങിന് കഴിഞ്ഞേക്കാം. ഇനി ഇത് ലാസ്റ്റ് സ്ലൈഡാണ്. അപ്പോൾ ഒരു ദേശീയ സുരക്ഷയെക്കുറിച്ച് കൂടി പറഞ്ഞ് നിർത്താം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള EVM ആയാലും ഡിഫൻസ് ആയാലും ശരി, സർവൈലൻസ് ആയാലും ശരി, ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിലും ഇന്ത്യ എന്ന മഹാരാജ്യം കുറച്ചുകൂടി സ്വയം പര്യാപ്തത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ശരിക്കും ഭയം ഉണ്ടെന്ന് തോന്നുന്നു, അതായത് ഇത്തരത്തിലുള്ള വിദേശ ചിപ്പുകളൊക്കെ ഉപയോഗിക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതൊരു ഇന്ത്യൻ സെമി കണ്ടക്ടർ കമ്പനിയിലാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പോഴുള്ള പുഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ചിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ചിപ്പുകളിൽ ആദ്യം ഒരു പക്ഷേ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ സർവൈലൻസിലും ഡിഫൻസിലും ഒക്കെ ആയിരിക്കും. അവിടുത്തെ എല്ലാ വിദേശ ചിപ്പ് പങ്കാളിത്തവും മാറ്റിയിട്ട് ഇന്ത്യൻ ചിപ്പുകൾ വെക്കുക. അത് മാത്രമേ ഉള്ളൂ സുരക്ഷിതമായ ദേശീയ സുരക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ വിദേശ ചിപ്പുകളിൽ എപ്പോഴും അല്ലെങ്കിൽ വിദേശ ഡിസൈനുകളിൽ എപ്പോഴും ഒരു അപകട സാധ്യത ഉണ്ട്. അത് പരമാവധി സ്വദേശിയാക്കാനാണ് ദേശീയ സുരക്ഷ എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതിനോടൊപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സെമി കണ്ടക്ടർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, സുരക്ഷിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും. പക്ഷേ ഏറ്റവും അവസാനം, ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഈ സെക്ഷനിൽ ഞാൻ ഇന്ത്യൻ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇതിൽ ജനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. എവിടെയാണ് ജനങ്ങളുടെ പങ്ക് വലുത്? അതേ ശാസ്ത്രീയ മനോവൃത്തിയും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയും ഒക്കെ അതിൻ്റെ അത്തരത്തിലുള്ള സുരക്ഷ ഉറപ്പ് വരുത്തുന്ന ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ജാഗ്രത കാണിക്കേണ്ടത് ജനങ്ങളാണ്, നമ്മളാണ്. അപ്പോൾ ജാഗ്രതയുള്ളൊരു ജനത സാങ്കേതിക വിദ്യയോടും സുരക്ഷിതത്വം അല്ലെങ്കിൽ സുതാര്യതയുമുള്ള രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ നേതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള ആർജവം കാണിക്കുക. അതുവഴി ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിനോട് പറയാനുള്ളത്. അപ്പോൾ അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. എനിക്ക് തോന്നുന്നു ടൈം ആയെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ ലാസ്റ്റ് സ്ലൈഡ്. താങ്ക് യു. നമസ്കാരം. സംശയങ്ങളില്ലാത്ത വിധം നല്ല വിവരണമായിരുന്നു. പറവൂരിലാണ് ആദ്യത്തെ വോട്ടിംഗ് വന്നത്. പക്ഷേ അത് നോർത്ത് പറവൂർ എന്ന് പറയുകയും സ്ക്രീനിൽ കാട്ടുകയും ചെയ്യണം. ക്ഷമിക്കണം, കാരണം ഞാനൊരു നോർത്ത് പറവൂർക്കാരാണ്. സന്തോഷം. ഓക്കെ, ചോദ്യങ്ങളല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പോൾ ചോദ്യങ്ങളില്ല എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരു കാര്യം, ഹ്യൂമൻ മൈൻഡിന്റെ ലോക്ക് തുറക്കാനുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടോ? ഹ്യൂമൻ മൈൻഡിന്റെ ലോക്ക് തുറക്കാനുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അപ്പൊ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അത്തരം ഒരു കാര്യം സംഭവിച്ചാൽ അത് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ, അത് രണ്ടും ചേർന്നതായിരിക്കുമോ? അത് ആരുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അത് സാങ്കേതിക വിദ്യ എന്നുള്ള നിലയിൽ ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അത് ബ്രെയിനിൻ്റെ ഇപ്പം പുതിയ AI ഒക്കെ വന്നതോടുകൂടി ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് പട്ടിയുടെയും പൂച്ചയുടെയും മൃഗങ്ങളുടെയും ഭാഷ വരെ വേണമെങ്കിൽ തിരിച്ചറിയുന്ന രീതിയിലേക്ക് വളർത്താം. പക്ഷേ ഇത് ആരുപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നുള്ളത് മാത്രമാണ് കാര്യം. ആറ്റം ബോംബ് ഒരു സാങ്കേതികപരമായ ഒരു കണ്ടുപിടുത്തമായിരുന്നെങ്കിലും അത് ഉപയോഗത്തിലല്ലേ അതിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ ആറ്റം ബോംബിൻ്റെ അതേ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കറണ്ട് ഉണ്ടാക്കുന്നത്, ന്യൂക്ലിയർ ഫിഷൻ വഴി. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ലാസ്റ്റ് സ്ലൈഡിൽ കൂട്ടിച്ചേർത്തത്, ഇതിൽ ജനങ്ങളിലുള്ള ഉത്തരവാദിത്തം വളരെ വലുതാണ്. അതായത് ഒരു ഗവൺമെൻറ് തീരുമാനിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും. ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്, അതായത് ഭരണത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഇലക്ഷൻ അട്ടിമറിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇത് ചെയ്യാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ആവശ്യപ്പെടുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. പിന്നെ അത് നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, നമ്മൾ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കണം. നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും തിരഞ്ഞെടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരം. ഹാഷ് വാല്യൂ ഒന്നുകൂടെ സർ ഹാഷ് വാല്യൂ ഒന്നുകൂടെ വിശദീകരിക്കാമോ? അത് ഓക്കെ, പെട്ടെന്ന് വിശദീകരിച്ച് നോക്കാം. ഹാഷ് വാല്യൂ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഞാനൊരു ഉദാഹരണത്തിന് വേണമെങ്കിൽ ദിലീപ് കേസിലെ ഇത് തന്നെ എടുക്കാം.
അപ്പോൾ അതിൽ കേസിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവായിരുന്നു പെൻഡ്രൈവിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ. ഈ പെൻഡ്രൈവിൽ സൂക്ഷിച്ച് തെളിവായി സ്വീകരിച്ചതിന് ശേഷം ഇത് പിന്നീട് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാൻ ഒരു മാർഗം വേണമായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ സാധാരണ നമ്മുടെ ടെക്നോളജിയിലൊക്കെ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഞാനൊരു മൈക്രോചിപ്പ് ഡിസൈനർ ആയതുകൊണ്ട് തന്നെ ഈ മൈക്രോചിപ്പിനകത്ത് നമ്മൾ സൂക്ഷിക്കുന്ന ഓരോ പ്രോഗ്രാമും വാല്യൂവും ഒക്കെ നമ്മളത് പിന്നീട് തെറ്റ് വരാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൻ്റെ ഒരു മെമ്മറിയിൽ സൂക്ഷിക്കുകയാണ്. സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിൻ്റെ ഒരു ഹാഷ്ടാഗ് കൂടെ എടുത്ത് വേറൊരു ലൊക്കേഷനിലിടും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പ്രോഗ്രാം വഴി വിവരങ്ങൾ ചിലപ്പോൾ എന്താ പറയുക റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രക്രിയയിൽ എപ്പോഴെങ്കിലും കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 1 0 ആയാലോ ഒരു 0 1 ആയാലോ മൊത്തം അർത്ഥവും മാറി. ഓക്കെ, എല്ലാ വിവരങ്ങളും 1s and 0s വഴിയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിൽ ഒരു അക്ഷരം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം മാറി. അപ്പോൾ നമ്മളൊക്കെ അത് ചെക്സം എന്ന് പറയും. നമ്മളൊരു വിവരം സൂക്ഷിച്ചു കഴിഞ്ഞാൽ അന്നേരം അതിപ്പോൾ ഉദാഹരണത്തിന് ഒരു 50 കിലോബൈറ്റ് ഉള്ള ഒരു ഡേറ്റ ആണെങ്കിൽ ഈ 50 കിലോബൈറ്റ് ഡേറ്റയും ഒരു മാത്തമാറ്റിക്കൽ എഞ്ചിനകത്തൂടെ കടത്തിവിട്ട് ഒരു ചെറിയ പക്ഷേ ഒരു 10 ബിറ്റുള്ള ഒരു വേർഡ് ഉണ്ടാക്കുന്നു, ഒരു പാസ്കോഡ് ഉണ്ടാക്കുന്നു. ഈ പാസ്കോഡിന് എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്കോഡ് എക്സാക്ട്ലി ആ 1s and 0s ഒരു മാത്തമാറ്റിക്കൽ പതിപ്പാണ്. ഈ 1s and 0s ഏതെങ്കിലും 1 or 0 മാറിക്കഴിഞ്ഞാൽ ഈ ചെക്സമിൻ്റെ വാല്യൂ മാറിയതായിട്ട് അതുവഴി നമ്മുടെ ഡേറ്റയിൽ കറപ്ഷൻ ഉണ്ടെന്ന് തിരിച്ചറിയാനും നമുക്ക് കഴിയും. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ദിലീപിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കേസിൽ മെമ്മറി കാർഡ് തെളിവായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് ആ മെമ്മറി കാർഡിലുള്ള എല്ലാ ഡേറ്റയും അതെല്ലാം 1s and 0s ആയിട്ടിരിക്കുകയാണെങ്കിലും ആ എല്ലാ ഡേറ്റയുടെയും ആകത്തുക ഒരു മാത്തമാറ്റിക്സ് എഞ്ചിനിലോട്ട് കടത്തിവിട്ട് ഒരു വാല്യൂ ഉണ്ടാക്കുന്നു. അതിനകത്തുള്ള 1s and 0s മാത്രമല്ല, ഇതൊരു പെൻഡ്രൈവും അതിനകത്തെ ഡേറ്റയും ആയത് പിന്നീട് റീഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ അതിൻ്റെ ഒരു ആവശ്യം കൂടെ ഉള്ളത് കാരണം അത് ഉണ്ടാക്കിയ സമയത്തുള്ള, അതായത് എപ്പോഴാണോ ഞാൻ ആ തെളിവായി സ്വീകരിച്ച അതിൻ്റെ ഹാഷ് വാല്യൂ ഉണ്ടാക്കുന്നത് ആ സമയത്തെ ആ ഇൻസ്റ്റൻറ്റേനിയസ് ടൈമും കൂടെ ചേർത്തിട്ടായിരിക്കും ഈ പറഞ്ഞ കോഡ് ഭാഷ ഉണ്ടാക്കുക. അപ്പം അതിനകത്തുള്ള ഡേറ്റയിൽ മാത്രമല്ല ഈ കോഡ് ഭാഷ ഡിപ്പെൻഡ് ആയത്, എപ്പോഴാണ് ലാസ്റ്റ് റീഡ് ചെയ്തത് എന്നുള്ളതിൻ്റെ വാല്യൂവും കൂടെ വരും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ കോഡിനെയാണ് അതിൻ്റെ ഹാഷ്ടാഗ് എന്ന് വേണം, അല്ലെങ്കിൽ ഹാഷ് വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ആരെങ്കിലും ഇതിനെ റീഡോ റൈറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ 1 or 0 മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാഷ്ടാഗ് മറ്റൊരു വാല്യൂ ആയിട്ട് കാണിക്കുകയും അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ആരോ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ വളരെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഡേറ്റയെ ഒരു മാത്തമാറ്റിക്സ് എഞ്ചിനിനകത്തോടെ കടത്തിവിട്ട് അതിൻ്റെ സ്ഥലകാല വിവര ശേഖരണ ആ ഒരു ഡേറ്റയിൽ നിന്ന് ഒരു കോഡ് ഭാഷ ഉണ്ടാക്കുന്നതിനെയാണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. അത് പിന്നീട് അതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏത് ബട്ടൺ അമർത്തിയാലും വോട്ട് BJPക്ക് പോകും എന്ന് പറയുന്നത് തികച്ചും തെറ്റാണെന്ന് അസന്ദിഗ്ധമായി പറയാമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ EVM പൂർണ്ണമായും സുരക്ഷിതമാണെന്നല്ല ഇവിടെ പറഞ്ഞത്. ഞാൻ എൻ്റെ സംശയം ഇവിടെ പറഞ്ഞു. അതായത് ഇതിനൊരു സപ്ലൈ ചെയിൻ അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ സോഴ്സ് കോഡുകൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തും അതിനകത്ത് എഴുതി വെക്കാം. അപ്പോൾ അതുകൊണ്ട് സോഴ്സ് കോഡുകൾ കാണാത്തിടത്തോളം അല്ലെങ്കിൽ ഹാഷ് വാല്യൂ ചെക്ക് ചെയ്യാത്തിടത്തോളം അല്ലെങ്കിൽ ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് ചെക്ക് ചെയ്യാത്തിടത്തോളം ഇതിന് സാധ്യത രണ്ടുമുണ്ട്, ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ഉണ്ട്. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് എന്ത് വേണമെങ്കിലും അവർക്ക് എഴുതി വെക്കാവുന്നതാണ്. രമേശ് രാജശേഖരന് മെമൻറ്റോ നൽകി ആദരിക്കുന്നതിനായി യുക്തിവാദ പഠന കേന്ദ്രം മെമ്പർ ബിനീത TM ക്ഷണിക്കുന്നു.